ഹായ് ഓൾ, ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നാടൻ രീതിയിലാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ മുട്ട റോസ്റ്റിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി, 3 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, ഇഞ്ചി 1/2 ടീസ്പൂൺ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 6 മുട്ട വെച്ചിട്ടുള്ള മുട്ട റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഉള്ളിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റിനൊക്കെ ഉള്ളി നല്ലോണം ആഡ് ചെയ്യണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ കൈ വെച്ചൊന്ന് ഞെരടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടണം നമ്മുടെ ഉള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടിയാൽ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 മുട്ട ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നല്ലോണം മുട്ടയിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റോസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലൊരു മുട്ട റോസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്